നിലവിലെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ കളിയാക്കിക്കൊണ്ട് ശ്രീലങ്കയുടെ മുൻ ക്യാപ്റ്റനും ഇതിഹാസ താരവുമായ അർജുന രണതുംഗ രംഗത്ത് വന്നിരിക്കുകയാണ്. രോഹിത് ശർമ്മ നയിക്കുന്ന ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിനെ തന്റെ മുൻ ലങ്കൻ നിര വളരെ അനായാസം ടെസ്റ്റിൽ തകർക്കുമെന്നായിരുന്നു അദ്ദേഹം പ്രധാനമായും അവകാശപ്പെട്ടിരിക്കുന്നത്. റെഡ് ബോൾ ക്രിക്കറ്റിലെ സമീപകാലത്ത് മോശം ഫോമിലൂടെയാണ് ഇന്ത്യൻ ടീം ശരിക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അവസാനത്തോടെ ന്യൂസിലൻഡുമായി നാട്ടിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ സമ്പൂർണ്ണ തോൽവിയാണ് നാട്ടിൽ ഇന്ത്യ നേരിട്ടിരുന്നത്. മാത്രമല്ല ഓസ്ട്രേലിയയുമായുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയും ഇന്ത്യ പരാജയം നേരിട്ടു. ഇതിനെ തുടർന്ന് WDC ഫൈനലിൽ കളിക്കുകയെന്ന ഇന്ത്യയുടെ മോഹവും അവസാനിച്ചു. ലങ്ക അനായാസം ജയിക്കുകയും ചെയ്യും. ശ്രീലങ്കൻ ക്രിക്കറ്റിന്റെ സുവർണ കാലത്ത് ടീമിനെ നയിക്കാൻ ഭാഗ്യമുണ്ടായിരുന്ന ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1996 ആദ്യമായി ഏകദിന ലോകകപ്പിൽ ചാമ്പ്യന്മാരായി ക്രിക്കറ്റ് ലോകത്തെ ലങ്ക ഞെട്ടിച്ചതും അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു. നിരവധി ഇതിഹാസ താരങ്ങൾ അന്നും അദ്ദേഹത്തിന്റെ ലങ്കൻ ടീമിൽ ഉൾപ്പെട്ടിരുന്നു. ചമിന്ദ വാസു, മുത്തയ്യ മുരളീധരൻ അടക്കമുള്ള ബൗളർമാരുണ്ടായിരുന്ന 1996 ശ്രീലങ്കൻ ടീം ഇന്ത്യയെന്നും 3 ദിവസത്തിനകം തന്നെ ടെസ്റ്റിൽ തുരത്തുമെന്നും അദ്ദേഹം തുറന്നു പറയുന്നു. ബാറ്റിങ്ങിലും ബോളിങ്ങിലും എതിരാളികളുടെ പേടി സ്വപ്നമായി മാറിയ നിരവധി ഇതിഹാസ താരങ്ങൾ 1990കളിലെ ശ്രീലങ്കൻ ടീമിൽ ഉണ്ടായിരുന്നു. ഗൗതം ഗംഭീർ മുഖ്യ കോച്ചായി വന്നതിന് ശേഷമാണ് ടെസ്റ്റിൽ ഇന്ത്യ തുടരെ തിരിച്ചടികൾ നേരിടുന്നത്. കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിനെതിരെ നാട്ടിൽ ടെസ്റ്റ് പരമ്പര നേട്ടവുമായാണ് ഗംഭീറിന് കീഴിൽ ഇന്ത്യ തുടങ്ങിയിരുന്നത്. എന്നാൽ പിന്നീട് ടീം താഴേക്ക് കൂപ്പുകുത്തി. ന്യൂസിലൻഡുമായി നാട്ടിൽ നടന്ന ടെസ്റ്റ് പരമ്പര ഇന്ത്യൻ ക്രിക്കറ്റിലെ കറുത്ത അധ്യായങ്ങളൊന്നായാണ് രേഖപ്പെടുത്തുന്നത്. ഇന്ത്യക്കെതിരെ ന്യൂസിലൻഡിന് ആരും തന്നെ സാധ്യതയും കൽപ്പിച്ചില്ല. എന്നാൽ എല്ലാ പ്രവചനങ്ങളും തെറ്റിച്ചുകൊണ്ട് 3 ടെസ്റ്റിലും ഇന്ത്യ നാണം കെടുത്തിയ കിവികൾ 3-0 പരമ്പര നേടി. സ്വന്തം നാട്ടിൽ ഒരു പരമ്പരയിലും മുഴുവൻ ടെസ്റ്റുകളിലും ഇന്ത്യ തോറ്റതും ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു. ഈ പരാജയം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ തുടരെ 3ാം തവണയും ഫൈനലിൽ കളിക്കുകയെന്ന ഇന്ത്യയുടെ മോഹങ്ങൾക്കും വലിയ തോതിൽ മങ്ങലേൽപ്പിച്ചു. ഓസ്ട്രേലിയയുമായുള്ള അടുത്ത ബോർഡർ ഗവാസ്കർ ട്രോഫി ജയിക്കാതെ ഇന്ത്യ ഫൈനൽ കാണില്ലെന്നും ഉറപ്പായി കഴിഞ്ഞു. ആദ്യ ടെസ്റ്റിൽ ജയിച്ചുകൊണ്ട് ഇന്ത്യ തുടങ്ങിയെങ്കിലും ശേഷിച്ച 4 മത്സരങ്ങളിൽ 3ലും തോറ്റതോടെ ഇന്ത്യ ഫൈനൽ യോഗ്യതയും നഷ്ടമായി കഴിഞ്ഞു.